മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് രണ്ട് വേദനാജനകമായ വലിയ കാണാനും കേൾക്കാനും ഇടയായി. ഹൈന്ദവ ജനതയെ മതം മാറ്റുന്നതിനായിട്ട് ഇസ്ലാം മതത്തിൽപ്പെട്ടവരും ക്രിസ്തു മതത്തിൽപ്പെട്ടവരും ഇതുകൂട്ടുന്ന അനവധി നീചമായ പ്രവൃത്തികളില് രണ്ട് പ്രധാനപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായത് എന്ന് വേണമെങ്കിൽ പറയാം. അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളില്, പാലക്കാട്, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളില് പാവപ്പെട്ടവരെവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ അടുത്ത കാലത്ത് നൂറുകണക്കിന് ക്രിസ്ത്യൻ ഡോക്ടർമാര്, ഡിഗ്രി ഉള്ളവരാണെന്ന് തോന്നുന്നു, ലെറ്ററെല്ലാം ഉള്ളവരാണ്, അറിയപ്പെടുന്ന വ്യക്തികളൊന്നുമല്ല, എന്നാലും മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന വിഷയം തികച്ചും വികൃതമായിട്ട് കൈകാര്യം ചെയ്യുന്നവരെന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തിക നേട്ടം കൊണ്ട് മാത്രമായിരിക്കാം മിക്കവാറും ഇങ്ങനെയുള്ളവർ ഇതെല്ലാം ചെയ്യുന്നത്. അവര് അനവധി വീടുകളില് അവരുടെ പേരും ഡെസിഗ്നേഷനും എല്ലാം വെച്ച് കൺസൾട്ടൻസിയുടെ സമയവും വെച്ച് മിക്കവാറും ഫ്രീ കൺസൾട്ടൻസി എന്ന് ജനങ്ങൾക്ക് തോന്നത്തക്ക വിധത്തില് ബോർഡും വെച്ച് അവിടെ നിന്ന് നൂറുകണക്കിന് രോഗികൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എയ്ഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതേപോലെ മാരകമായ TB ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ TB ഉണ്ട്, ക്യാൻസർ ഉണ്ട്, എയ്ഡ്സ് ഉണ്ട് എന്ന് പ്രിസ്ക്രിപ്ഷനിലൂടെ എഴുതി കൊടുക്കാം. ചില ചെറിയ ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് ആ രോഗികളെ ബോധ്യപ്പെടുത്തുക, ഞാനെന്ന ഡോക്ടർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശരീരം മുഴുവനും അനലൈസ് ചെയ്തിട്ടാണ്, ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുക. അത്രയും ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ട് എഴുതി കൊടുക്കാം. ക്യാൻസർ, TB, എയ്ഡ്സ് അല്ലെങ്കിൽ വേറെ മാരകമായ രോഗമുണ്ടെന്ന്. അതിന് മരുന്നൊന്നും എഴുതി കൊടുക്കുകയില്ല. പകരം അവരോട് പറയാം, അടുത്ത അന്നൈ വേളാങ്കണ്ണി പള്ളിയുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുരാജ പള്ളിയുണ്ട്, അവിടെ ചെന്ന് 21 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരിക, വീണ്ടും ടെസ്റ്റ് ചെയ്യാം. കുറവില്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, കുറവില്ലെങ്കിൽ നമുക്ക് അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. ഇങ്ങനെ ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഉണ്ടെന്ന് അഭിനയിക്കുന്നവരും കള്ളത്തരത്തിലൂടെ പള്ളിയിൽ നിന്ന് കമ്മീഷൻ മേടിച്ചോ അല്ലാതെയോ ഈ രോഗികൾക്ക് രോഗമുണ്ടെന്ന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഈ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത രോഗികള് ഈ ഡോക്ടറുടെ ഉപദേശപ്രകാരം ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പള്ളിയിലെ അറിയാം ഈ റെക്കമെൻഡേഷനിലൂടെ വന്നേക്കുന്നതാണെന്ന്. ആ ഇവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥന നടത്തുന്നു. 10-15 ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ ഈ രോഗി ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ വീണ്ടും ഒന്ന് പരിശോധിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം പറയുന്നു, മിക്കവാറും അസുഖം കുറഞ്ഞിട്ടുണ്ട്, നല്ല കുറവുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഏത് ദൈവത്തിനെയാ വെച്ചിരിക്കുന്നത്, നീ ആണ്ടവനെയോ ഗുരുവായൂരപ്പനെയോ
അയ്യപ്പനെയോ സരസ്വതിയെയോ ലക്ഷ്മിയെയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം വേളാങ്കണ്ണിയും ക്രിസ്തുരാജാവും നിങ്ങളെ അനുഗ്രഹിക്കില്ല. ഈ ദൈവം ആ ദൈവം ഇരിക്കുന്നിടത്തോളം നിങ്ങളുടെ രോഗം മാറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വിടുതൽ നേടണം. വിടുതൽ നേടണം എന്ന് പറഞ്ഞാൽ ആ നേരത്തെ ഉള്ള ദൈവത്തിനെ വിടുതലിലൂടെ ഉപേക്ഷിച്ച് ഈ ദൈവത്തിനെ സ്വീകരിക്കണം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് യഹോവ പറഞ്ഞത് അതേപോലെ പ്രാവർത്തികമാക്കണം എന്ന് ബൈബിളിലെ ചില വരികളും കൂടി ഉദ്ധരിച്ച് ഈ പാവപ്പെട്ടവരെ ഈ ഡോക്ടർമാര് പറ്റിക്കുന്നു. ആ പാവങ്ങളിൽ ഒന്നും അറിയാതെ വീട്ടിൽ വെച്ചിരിക്കുന്ന കൃഷ്ണനെയും രാമനെയും അയ്യപ്പനെയും മാറ്റി വീണ്ടും 5-6 ദിവസം നേരത്തെ പറഞ്ഞ പള്ളിയിൽ പോകുന്നു. ആ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ 10-21 ദിവസം കഴിയുമ്പോൾ ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഈ രോഗം മുഴുവനും മാറിയെന്ന്, ഇല്ലാത്ത രോഗമുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ഉള്ള രോഗം മാറിയെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ഇനി സാക്ഷ്യപ്പെടുത്തൽ എന്നൊരു കാര്യമുണ്ട്. വൻ സമൂഹം ജനങ്ങളെ വിളിച്ചു വരുത്തി സുവിശേഷം നടത്തുമ്പോൾ ഈ രോഗം മാറിയവര് സ്റ്റേജിൽ കയറി എനിക്ക് ഇന്ന ഡോക്ടർ ഇന്ന രോഗമുണ്ട് എന്ന് പറഞ്ഞ് ഈ ദിവസത്തില് എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിരുന്നു. ആ രോഗം മുഴുവനും 21 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ മാറി. അതും ഞാനിതാ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. അപ്പൊ രോഗമുള്ള വ്യക്തിയുടെ രോഗം മാറി എന്ന് 2 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരേ കള്ളത്തരത്തിലുള്ള ഡോക്ടർ. മെഡിക്കൽ എത്തിക്സിനെ വ്യഭിചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തി. എന്നിട്ട് അയാളുടെ രോഗം മാറിയ സന്തോഷത്തിൽ അയാൾ പോകുന്നു. ഇത് രോഗത്തിൽ മാത്രമല്ല, മകളുടെ കല്യാണം നടന്നില്ല, 21 ദിവസം പ്രാർത്ഥിച്ച് കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തണം. പറമ്പ് വിറ്റില്ലെങ്കിൽ ഇങ്ങനെ 21 ദിവസം പ്രാർത്ഥിച്ച് എന്നിടയ്ക്ക് ആ പറമ്പ് അവരുടെ പുരയിടം വിൽക്കാൻ സാധിച്ചാല് അതിന് സാക്ഷ്യപ്പെടുത്തണം. ജോലി കിട്ടുന്നതിന് സാക്ഷ്യപ്പെടുത്തണം. വീടിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതേപോലെ സാക്ഷ്യപ്പെടുത്തണം. ഇതെല്ലാം പള്ളിയിൽ നിന്ന് ചെയ്യുന്ന ഹിന്ദുക്കളോടാണ് കൂടുതലുള്ളത്. അങ്ങനെയുള്ള സാക്ഷ്യപ്പെടുത്തൽ കഴിഞ്ഞതോടുകൂടി ഇയാൾ ക്രിസ്ത്യാനിയാവും. അതുകൊണ്ടും തീർന്നില്ല. ഇനി ഇയാള് 21 ഹിന്ദുക്കളെ ഇതേപോലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മകളുടെ കല്യാണമോ വീട് വെക്കലോ ജോലിയോ രോഗം മാറ്റുകയോ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയോ ഉള്ള 21 ദിവസം ഹിന്ദുക്കള് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ആ 21 പേരുടെയും അസുഖം, ഇല്ലാത്ത അസുഖമോ ഉള്ള അസുഖമോ അത് മാറ്റി എന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ ഈ ആദ്യം രോഗം മാറിയവൻ അഭിഷിക്തനാവും. അഭിഷിക്തനാവാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് ഇന്ന് ഭാരതമെമ്പാടും നടക്കുന്നു. സാക്ഷ്യം പറയാനുള്ള തട്ടിപ്പ് വേറെയും നടക്കുന്നു. ഇതിലെ പലർക്കും ഒരു രോഗവുമില്ല. അതുകൊണ്ട് തന്നെ രോഗിയായിട്ട് അഭിനയിക്കുന്നതിന് 10,000 രൂപ കൊടുക്കുന്നു. ഈ ഡോക്ടർമാർക്ക് പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്നോ ധാരാളം കമ്മീഷനും കിട്ടുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഈ ചതിക്കുഴിയില് യേശുക്രിസ്തുവിനെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുടെ മുമ്പില് ഒരിക്കലും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് യേശുദേവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇതേപോലെയുള്ള അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും സുവിശേഷ പ്രവർത്തകരെയും ക്രിസ്ത്യാനികളെയുമാണ്. അവരെയാണ് യേശു ക്രിസ്തു അല്ലയോ പാപികളെ എന്ന് വിളിച്ചത്. അത് കൃത്യമായിട്ട് നീചമായിട്ട് നിന്ദ്യമായിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ ആരും, നിങ്ങളുടെ ബന്ധുക്കൾ ആരും, നിങ്ങളുമായി പരിചയമുള്ളവരാരും ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കട്ടെ എന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്രിസ്ത്യാനിയൊന്നുമല്ല. ആ ദൈവദൂതൻ കുരിശില് ആണിയടച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപികളുടെ പാപത്തിന് വേണ്ടിയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിയാണ് ഞാൻ ഈ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയെന്നൊരു വാക്ക് പറഞ്ഞത്. ഞാൻ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്, ഏലി ഏലി സമക്താനി അല്ലയോ ദൈവമേ
എന്നെ കൈവിട്ടോന്ന് ഈ ക്രിസ്ത്യാനികൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ യേശു അന്ന് കുരിശിൽ നിലവിളിച്ചത് കയ്യിൽ ആണിയടിച്ചതിന്റെ വേദന കൊണ്ടല്ല, ഇവിടത്തെ കേരളീയര് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരം കണ്ടിട്ടാണെന്ന് വേദനയോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, അടുത്ത കാലത്ത് നായിക്കിന്റെ പ്രഭാഷണങ്ങൾ കേട്ടു. അതിനെക്കുറിച്ചുള്ള വിവരണം ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് നൽകിയിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാം. ഈ കൽക്കി ഭഗവാൻ എന്ന് പറയുന്ന മുഹമ്മദ് നബിയാണെന്നും അതേപോലെ വേദങ്ങളില് മുഹമ്മദ് നബിയെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും പറയുന്നുണ്ടെന്നും കുറെ വികൃതമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കാം. ഈ അടുത്ത കാലത്ത് പുരുഷ സൂക്തത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ശരിക്കും എനിക്ക് അത്ഭുതം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠത് ചാങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാത്വശേഷാനഃ. ഇതാണ് പുരുഷ സൂക്തത്തിന്റെ ആരംഭവരി. ഇതിനെ ശക്കീർ നായിക്ക് മാറ്റി. സഹസ്രശീർഷ അല്ലാ സഹസ്രാക്ഷ സഹസ്രപാദ്, ആ പുരുഷ എന്ന സ്ഥാനത്ത് അയാള് അള്ളാ ചേർത്തു. ഇങ്ങനെ വേദമന്ത്രങ്ങളില് അനവധി വാക്കുകൾ മാറ്റിയിട്ട് അള്ളാഹുവിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും ചേർത്ത് വേദത്തിൽ ഇതെല്ലാം പറയുന്നുണ്ടെന്ന് ശുദ്ധ അസംബന്ധം പറഞ്ഞ് നടക്കുന്നത് ഒന്ന്. രണ്ട്, ഒരു പുസ്തകവും വായിക്കാതെ ശ്വേതാശ്വേതോപനിഷത്ത് എന്ന വാക്കുപോലും പറയാൻ അറിയാത്ത ഈ ശക്കീർ നായിക്ക്, ചാന്തോക്യോപനിഷത്ത് എന്ന് പറയാൻ അറിയാത്ത ശക്കീർ നായിക്ക്, ഗൃഹ്യസൂത്രം സുൽഭസൂത്രം കൽപ്പസൂത്രം എന്ന് പറയാൻ അറിയാൻ പാടില്ലാത്ത ഈ ശക്കീർ നായിക്ക് ഹിന്ദുക്കളുടെ വേദം പഠിച്ചിട്ടുണ്ടെന്നും ഹിന്ദുക്കളുടെ പുരാണം പഠിച്ചിട്ടുണ്ടെന്നും അത് കോപ്പി ചെയ്തിട്ടാണ് പറയുന്നതെന്നും എല്ലാം പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരക്ഷരം പോലും ആ ശ്വേതാശ്വേതര ഉപനിഷത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല. അതിലൊരു കറക്റ്റ് അല്ല എന്നല്ല, ഒരക്ഷരം പോലും കറക്റ്റ് അല്ല. പക്ഷെ കറക്റ്റ് വരുത്തി തീർക്കാൻ ആ ഉപനിഷത്തിലെ ഒരു വരി ഇംഗ്ലീഷിലേക്കോ സംസ്കൃതത്തിലേക്കോ എടുത്ത് ഇയാൾ പ്രസംഗിക്കുമ്പോ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കും. അപ്പൊ കാണുന്നവരെല്ലാം വിചാരിക്കും ഇയാൾ കറക്റ്റായിട്ട് വലിയ ഹിന്ദു പണ്ഡിതനാണല്ലോ എന്ന്. എത്രയോ മന്ത്രങ്ങൾ സിമ്പിളായിട്ടുണ്ട്. ഭാരതീയര് ഒരു ദൈവത്തെ വിശ്വസിക്കുന്നു, ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി. ഇങ്ങനെയുള്ളതെല്ലാം മാറ്റിവെച്ച് മനുഷ്യനും വായിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത പുസ്തകങ്ങള്, ഹിന്ദുക്കളുടെ പുസ്തകങ്ങള്. എന്തുകൊണ്ടാണ് ഞാൻ ഒരു മനുഷ്യനും വായിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തതെന്ന് പറഞ്ഞതറിയോ? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു പുസ്തകമുള്ളൂ. അവര് ധരിക്കുന്നു ഒരു പുസ്തകം കൊണ്ട് മനുഷ്യരാശിയുടെ ആവശ്യത്തിനുള്ള എല്ലാ അറിവുകളും കിട്ടുമെന്ന്. ലോകത്തിലെ പമ്പര വിഡ്ഢിത്തെന്ന് പറയുന്നതാണ്. കെമിസ്ട്രി പുസ്തകം പോലും ഒരെണ്ണല്ല ഉള്ളത്, 10 ലക്ഷക്കണക്കിനുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും ഒരു പുസ്തകത്തിൽ കിട്ടുമെന്ന് ധരിക്കുന്നത് എന്തൊരു അബദ്ധം. ഭാരതത്തില് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ സംസ്കൃതത്തിൽ എഴുതിയ 10,000 വ്യാഖ്യാനങ്ങളുണ്ട്. ഭാരതത്തില് 14 ഭാഷകൾ എഴുതിയ 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തില്, പ്രത്യേകിച്ചും ആരും വായിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത പുസ്തകത്തിൽ നിന്ന് ഒരു വരി എടുത്തിട്ടാണ് ശക്കീർ നായിക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നത്. അതൊരു വശം. അതിനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ ഞാൻ അടുത്ത ദിവസം തരാം. ഇനി മറ്റൊരു വശമുണ്ട്. തമിഴ്നാട്ടില്, ആന്ധ്രയില്, കർണാടകത്തില് വെറും കാവ്യവസ്ത്രം എടുത്ത് ഭിക്ഷ എടുത്തുകൊണ്ട് നടക്കുന്ന പലരെയും വിളിച്ച് ഇയാളും പോലെയുള്ള ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുക. ആ പാവങ്ങൾക്ക് ഒരു 3000 രൂപ കയ്യിൽ കൊടുക്കാം. അവര് ഭിക്ഷക്കാരാണ്. കാവ്യ ഉടുത്തിരിക്കുന്നു, ഭസ്മം തൊട്ടിട്ടുണ്ട്, കുങ്കുമം തൊട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ എങ്ങനെയൊക്കെ ഉത്തരം പറയണമെന്ന് ഈ ശക്കീർ നായിക്കിന്റെ ആൾക്കാർ പഠിപ്പിക്കും ചോദിക്കുന്ന ചോദ്യത്തിന്. എന്നിട്ട് സദസ്സിൽ വെച്ച് ഇയാൾക്ക് നല്ല മുണ്ടും നല്ല ഭസ്മവും എല്ലാം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഈ മുസ്ലിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അയാളോട് 2-3 സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിനെല്ലാം ഈ കള്ളസ്വാമി ഉത്തരം പറയും. ആ ഉത്തരം പറഞ്ഞ് പിന്നെ കുറച്ച് ഇയാൾ ഉത്തരം പറയില്ലെന്ന് ഉറപ്പുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ അയാൾ പറയും ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയും.
അത് കഴിഞ്ഞിട്ട് ഈ മൗലവിയെ പോലെയുള്ളതോ സക്കീർ നായിക്കിന്റെ ആൾക്കാരെ പോലെയുള്ളവരോ ഇയാളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് വേദത്തിലുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഗൃഹ്യസൂത്രത്തിലുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ചാന്തോക്യോപനിഷത്തിലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അയാളോട് പറയും, ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? അയാൾ പറയും, എല്ലാം മനസ്സിലായി. ഇനിയും ഹിന്ദുമതത്തിൽ നിൽക്കണമെന്ന് തോന്നുന്നോ, ഇസ്ലാം മതം സ്വീകരിക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയും. എന്നിട്ട് ഈ സദസ്സിൽ വെച്ച് ഇയാളെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കും. ഒരുപക്ഷെ ഇയാൾ ഹിന്ദുവേ അല്ല എന്ന് പല അനുഭവങ്ങൾ, തിരുനെൽവേലി, മധുര, നാഗർകോവില്, കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹിന്ദുക്കളല്ലാത്ത അനവധി കാലമായിട്ട് മുസ്ലിങ്ങളെ തന്നെ കാവ്യ ഉടുപ്പിച്ച്, ചന്ദനം തൊടിയിച്ച്, കുങ്കുമം തൊടിയിച്ച് ഇതേപോലെയുള്ള സംവാദത്തിന് വിളിച്ച് അയാൾ ഹിന്ദുമതം ഉപേക്ഷിച്ചു, ഇസ്ലാം മതത്തിൽ ചേർന്നു എന്ന വലിയ സദസ്സിൽ തെളിയിക്കാം. അല്ല, ഇനി ശരിക്ക് ഹിന്ദു ആയിരുന്നെങ്കിൽ ഈ റോട്ടില് അമ്പലത്തിന്റെ മുമ്പിൽ പിച്ചയെടുക്കുന്ന കാവ്യ ഉടുത്ത ഭസ്മം തൊട്ട വ്യക്തിയെ 5-6 കാര്യങ്ങൾ ആയിട്ടുള്ളത് പഠിപ്പിച്ച് പിന്നെ അയാളെ കൊണ്ട് അയാൾ അറിവുള്ളവനാണെന്ന് ആദ്യം വരുത്തി തീർത്ത് കുറെ കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ ഒന്നും അറിയാത്തവനാണെന്നും പിന്നീട് സക്കീർ നായിക്കിന്റെ കൂട്ടത്തിലുള്ളവരും പറഞ്ഞതാണ് കറക്റ്റ് എന്ന് ഈ സന്യാസി അംഗീകരിക്കുമെന്ന് കാണുന്നവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം. എന്നിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിടുക, CD എടുത്തിട്ട് 10,000 വിതരണം ചെയ്യുക. സംപൂജ്യരായ ചിദാനന്ദപുരി സ്വാമിയെ പോലെയുള്ളവര്, പ്രഗത്ഭരായ അറിവുള്ള സ്വാമിമാരെ പോലെയുള്ളവരുമായിട്ട് പണ്ട് സംവാദം നടത്തിയിരുന്നു. ആ സംവാദത്തില് സക്കീർ നായിക്കിനെ പോലെയുള്ളവർ പറഞ്ഞതിനെ അടിമുടി വെല്ലുവിളിച്ചുകൊണ്ട് തെറ്റാണെന്ന് സ്ഥാപിച്ച ആ സ്വാമിമാരുടെ വരികളെല്ലാം വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വേറെ ചിലരുടെയൊക്കെ സ്ഥാപിക്കാം, വാക്കുകളും വരികളും വേറെ വല്ലവരുടെയും ഡബ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ഇസ്ലാം മതം വളരെ ഗംഭീരമാണെന്ന് കള്ളത്തരത്തിലൂടെ മാത്രം പ്രചരിപ്പിക്കാം. എന്തെല്ലാം ക്രൂക്കറ്റ്നെസ് ഉണ്ടോ അതെല്ലാം ചെയ്യാം. ബോംബെയിൽ റിസർച്ച് ലാബറട്ടറി ഉണ്ടെന്നും ഖുറാനിൽ ഗവേഷണം നടത്തിയിട്ടാണ് ഇത് പറഞ്ഞതെന്നും ലോകപ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രഭാഷണം നടത്താറുണ്ടെന്നും എല്ലാം TV-യിലൂടെ കാണിക്കാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലോ ഒരു പ്രഭാഷണം നടത്താൻ ഒരു വിഷമവും ലോകത്തിലെ ആർക്കില്ല. ഏത് ഒസാമ ബിൻ ലാദനും ഏത് ഗദ്ദാഫിക്കും ഏത് സദ്ദാം ഹുസൈനും നടത്താം. അവരുടെ ഓഡിറ്റോറിയത്തിന് ഇത്ര രൂപ റെന്റ്, ആ റെന്റ് കൊടുത്ത് നിങ്ങൾ ആൾക്കാരെ വിളിച്ചു കൂട്ടിയാൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെമിനാർ നടത്താം. അയോവ യൂണിവേഴ്സിറ്റിയിലും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലും യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും വാൻകൂവറിലുള്ള യൂണിവേഴ്സിറ്റികളിലുമെല്ലാം നേരിട്ട് അനവധി പ്രാവശ്യം ക്ലാസ് എടുത്ത ആളാണ് ഞാൻ. അവിടെ ക്ലാസ് എടുക്കാൻ ഒരു വിരോധം ഇല്ല. ആ യൂണിവേഴ്സിറ്റി 2-3 സ്റ്റുഡൻസ് ആ എമൗണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അടച്ച് അവിടുത്തെ സെമിനാർ ഹാള് ഫ്രീ ആണെന്ന് ഉള്ള ദിവസം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെല്ലാ സൗകര്യവും ചെയ്തു തരും. അവർക്ക് ആ ഓഡിറ്റോറിയം ഉപയോഗിച്ചതിന് പൈസ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് പ്രസംഗിച്ചാലും അവിടെ ആർക്കും ഇല്ല. നിങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാം, നിങ്ങൾക്ക് ഹിന്ദു ആണെങ്കിൽ ഹിന്ദു വിഷയങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്താൻ എല്ലാ ഹിന്ദുക്കളെയും അല്ലാത്തവരെയും ക്ഷണിക്കാം. അത് യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിട്ട് പുറത്തുനിന്നുള്ളവർക്ക് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടും ചെയ്യാം. ഈ സക്കീർ നായിക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും പ്രഭാഷണം നടത്തുന്നു എന്ന് വീഡിയോ കാണിക്കുമ്പോൾ അത് യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രോഗ്രാമായിട്ടാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കുക. ആ തെറ്റിദ്ധാരണയിലൂടെയാണ് പലപ്പോഴും ഈ വലിയ പേരും പ്രസിദ്ധിയുമെല്ലാം നേടുക. ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചു വരുത്തുമ്പോഴും നോക്കാം, സദസ്സിലുള്ളവരെ വളരെ ദൂരെയുള്ള വീഡിയോയിലൂടെ കാണിക്കുള്ളൂ. ആ മീറ്റിംഗിൽ പങ്കെടുത്തവരെ, സക്കീർ നായിക്കിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തവരാവില്ല. യൂണിവേഴ്സിറ്റിയുടെ ആനിവേഴ്സറിയിൽ പങ്കെടുത്തവരുടെ വീഡിയോയും ഇതിനകത്തേക്ക് ചേർക്കാം. കാരണം ഈ സ്പീക്കറെയും ഓഡിയൻസിനെയും ഒരുമിച്ച് കാണിക്കുന്നില്ല.
ഇതെല്ലാം ക്യാമറയിൽ കാണിക്കുന്ന ടെക്നിക്കുകളാ. ഈ ടെക്നിക്കുകളിലൂടെ സക്കീർ നായിക്കിന്റെ മതസംവാദം എന്നിട്ട് വന്നിട്ട് ഒരു 15 മിനിറ്റ് പ്രഖ്യാപിക്കും. വളരെ നേരത്തെ തയ്യാറാക്കിയ ഹിന്ദു നാമധാരികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കും. എന്നിട്ട് ഇയാള് തൊഴുതുകൊണ്ട് അങ്ങ് പറയുന്നത് ശരിയാണെന്നും സക്കീർ നായിക്ക് പറയുന്നത് ശരിയാണെന്നും അതാണ് അവസാനത്തെ വാക്കെന്നും അങ്ങേപോലെയുള്ളവര് ഈ നന്മ ലോകത്തിന് പ്രചരിപ്പിക്കാൻ ഇറങ്ങണമെന്നും കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ടിങ്ങനെ ഇരിക്കുന്നവരെ ചിരിക്കുകയും സക്കീർ നായിക്കിന്റെ ഉത്തരം കിട്ടിയതിൽ ആഹ്ലാദിക്കുന്ന രീതിയിലുള്ള മുഖഭാവം കാണിക്കുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച ശരിക്കു പറഞ്ഞ വികൃതാണ്. അറിയാത്ത ഭാവങ്ങൾ ഇതിലൊക്കെ ട്രാപ്പിടാവും. വിദേശത്ത് ചെന്ന് കുറേയധികം പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു. അവിടെ ചെന്ന് പ്രഭാഷണം നടത്താനും കുറെ പേരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാനും ആ ചോദ്യം ചോദിക്കുന്നവർ മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദു പേരുകൾ പറയിപ്പിക്കാനും പ്രത്യേകിച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത ചോദ്യം ചോദിപ്പിക്കാനും ആ ചോദ്യത്തിന് ആരും കൗണ്ടർ ചെയ്യിപ്പിക്കാതിരിക്കാനും മാത്രമല്ല ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറെ അധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നും അതിന് മുഴുവനും ഉത്തരം പറയാൻ സമയമില്ലെന്നും പകരം മുസ്ലിങ്ങൾ അല്ലാത്തവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയാമെന്നും അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ കേൾക്കുന്നവർക്കെല്ലാം തോന്നുന്നത് വളരെ പ്രത്യേക തരത്തിലുള്ള വികാരമാണ്. അതില് ട്രാപ്പിഡായിട്ട് കുറെ പേര് മതം മാറാനും മുമ്പോട്ട് വരുന്നുണ്ടാവും സാധ്യതയുണ്ട്. പലപ്പോഴും കണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത് സക്കീർ നായിക്കിന്റെ ഭാഷണം കഴിഞ്ഞാൽ കുറെ മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് മതം മാറിയ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട്, എന്നിട്ട് ആ ആപ്ലിക്കേഷൻ കാണിക്കുക, ആപ്ലിക്കേഷൻ കൊടുക്കാൻ ക്യൂ നിൽക്കുന്നത് കാണിക്കുക. എത്ര വികൃതമാണത്! ഒരു ഹിന്ദുവിനെ ജന്മത്തിൽ ചിന്തിക്കാൻ പറ്റാത്തതാ. കാരണം എല്ലാം തട്ടിപ്പും വെട്ടിപ്പിലൂടെയും മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടാൻ ഇതേപോലെ സക്കീർ നായിക്കിനെ പോലെ കുറെ പേരും, ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാൻ ആയിരക്കണക്കിന് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ ഡോക്ടർമാര്. അടുത്ത കാലത്ത് ഡോക്ടർ കുരുവിള്ള എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള കാർഡിയോളജിസ്റ്റ്, പ്രഗത്ഭൻ എന്ന് ഞാൻ പറയാൻ കാരണം അയാൾ ശരിക്കും പ്രഗത്ഭൻ, അതുകൊണ്ടാണ് ഞാൻ പ്രഗത്ഭൻ എന്ന് പറയുന്നത്. അയാള് ഹിന്ദു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തിയേറ്ററിന്റെ അടുത്തെത്തിയിട്ട് ഈ ഹിന്ദു രോഗികളോട് പറയും, നിങ്ങളുടെ ഓപ്പറേഷൻ നടത്താൻ പോവാണ്, കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്തും, അത് വിജയിപ്പിക്കുമെന്ന് എല്ലാ തരത്തിലും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഹൃദയമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഡോക്ടർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ നല്ലോണം പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഹാർട്ട് സർജറി പൂർണ്ണ വിജയമാവും എന്ന് പറഞ്ഞ ആ ഡോക്ടർ കുരുവിള്ള എന്ന് പറഞ്ഞ് ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആ കാർഡിയാക് സർജൻ ഇയാൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ചിത്രം കൊടുക്കും. അത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് അകത്തേക്ക് കയറും. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വേദനയില്, ഭയത്തില്, ക്രൈസിസിൽ ഇരിക്കുമ്പോൾ അയാളെ ട്രാപ്പിലാക്കി ക്രിസ്തുമതം സ്വീകരിപ്പിക്കുക. വണ്ടി സ്റ്റാർട്ടാവണി യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അത് സ്റ്റാർട്ടാക്കി കൊടുക്കുക. എന്നിട്ട് യേശുക്രിസ്തുവിനെ പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ക്ഷീണിക്കുമ്പോൾ അയാളുടെ ക്ഷീണം മാറ്റാൻ മറ്റ് ദൈവങ്ങൾ പ്രാർത്ഥിക്കാൻ ക്ഷീണം മാറിയില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. പണ്ട് മുടന്തരും അതേപോലെ തന്നെ ബധിരരും അന്ധരുമെല്ലാം യേശുക്രിസ്തുവിന്റെ സംഗീത വിരുന്നില് കേൾക്കുകയും കാണുകയും നടക്കുകയും ഓടുകയും എല്ലാം ചെയ്തിരുന്നു. കറക്റ്റായിട്ട് യുക്തിവാദികൾ വടിയും കൊണ്ടുവന്നപ്പോ ഇവരെല്ലാം 1000 രൂപ മേടിച്ച് മുടന്തരായിട്ടും ബധിരരായിട്ടും അന്ധരായിട്ടും അഭിനയിക്കുകയാണെന്ന് മനസ്സിലായി. എന്തിനാ ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ ഈ തട്ടിപ്പിലൂടെ ഹിന്ദുക്കളെ മതം എന്നത്? നിങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് അള്ളാഹുവിന്റെയും യഹോവയുടെയും അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെയാണെങ്കിൽ നിലനിൽക്കില്ല. ഒരു വശത്ത് കൂടെ ഇല്ലാത്ത സന്യാസിമാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സന്യാസ വേഷം കെട്ടിയിട്ട്, മുസ്ലിങ്ങളെ നമ്പൂതിരിമാരുടെ വേഷം കെട്ടിയിട്ട്, മുസ്ലിങ്ങളെ ഓരോ തരം ഹിന്ദുക്കളുടെ വേഷം കെട്ടിയിട്ട് അവരുമായിട്ട് സംവാദം നടത്തിയിട്ട് അവർ പരാജയപ്പെടുന്നതായിട്ട് കാണിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം.
വേറൊരു സ്ഥലത്ത് പ്രഗത്ഭരായ സന്യാസിമാര് പറയുന്ന കൗണ്ടറിംഗ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അല്ലാത്തത് അതിനിടയ്ക്ക് ചേർത്ത് വീഡിയോ ഇറക്കിയിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുക. എന്ത് നേടാനായി ഈ ജീവിതകാലം മുഴുവനും ഈ കള്ളത്തരം കൊണ്ട് അവനവന്റെ മതത്തിലെ അംഗങ്ങളെ കൂട്ടുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് എന്ന് ഞാൻ ചോദിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനായിരിക്കും, ലോകത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനായിരിക്കും. അസത്യത്തിലും അധർമ്മത്തിലും അനീതിയിലും അന്യായത്തിലും നിലനിൽക്കുന്നൊരു മതം എത്ര കാലം അങ്ങനെ നിലനിൽക്കുമെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. പ്രണാമം, നമസ്കാരം.